എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ പെരിയമ്പലം ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ ഞങ്ങൾ 3 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3:30 കൂട്ടി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 4 മണി 4:15 ആകുമ്പോഴേക്കും അവിടേക്ക് എത്താമല്ലോ. ഇപ്പോൾ വെയിലാറ് സമയത്ത് പിള്ളേർക്ക് പാർക്കിൽ കളിക്കാനൊക്കെ സുഖമാണല്ലോ. അങ്ങനെ ഞങ്ങൾ 4:15 ആകുമ്പോൾ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പാർക്കിലോട്ട് എൻട്രി ചെയ്യേണ്ട. അപ്പോൾ എൻട്രൻസ് ഫീസ് എന്ന് പറയുമ്പോൾ 30 രൂപയാണ് കേട്ടോ എല്ലാവർക്കും. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം പൈസയില്ല. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ 2 വർഷം മുമ്പ് ഈ പാർക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. ഈ പാർക്കിൽ ഒരുപാട് റൈഡുകളും പിന്നെ നല്ല വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതേ റേഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഓരോരോ ഐറ്റംസൊക്കെ ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇതൊരു പുതിയ ഐറ്റം ആയിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ കുഞ്ഞാവും വലിയവൊക്കെ കൂടിയിട്ട് ഉരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കയറാനുള്ള സ്റ്റെപ്പുകളും ഒരു സ്പെഷ്യൽ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഊഞ്ഞാലാടുന്നുണ്ട്. ഊഞ്ഞാലാടി. പിന്നെ സിംഹത്തിന്മേൽ ആദ്യം അവൾ അതിന്മേൽ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഊഞ്ഞാലാടാനും ഉരുതാനും ഇരുന്നു കുഞ്ഞാവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അങ്ങനെ അതിലൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു കുതിര പോലത്തെ ഇങ്ങനെ അങ്ങോട്ടും മുന്നോട്ടും പിന്നോട്ടൊക്കെ ആടണതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് പേടിയായിട്ടുണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ഉപ്പിലിട്ടത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാനും ഭാവിയും കൂട്ടൊന്ന് ഊഞ്ഞാലാടാന്ന് വിചാരിച്ചു. കുറേ കാലമായിട്ട് ഊഞ്ഞാലൊന്നും ആടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിലൊന്നും ആടി. അതിനുശേഷം കുഞ്ഞാവ് ഭയങ്കര കളി തന്നെയായിരുന്നു. അപ്പോൾ ആനപ്പുറത്ത് കയറണം എന്ന് പറഞ്ഞപ്പോൾ ചാച്ചൻ അവൾ തന്നെ ആനയുടെ മുകളിൽ കയറ്റിയിരുത്താണ് കേട്ടോ. ഇതുപോലെ മുന്നേ കയറിയപ്പോഴും അവൾ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് പപ്പയും മമ്മിയും ഞങ്ങളെ കുറിച്ച് റെസ്റ്റ് ചെയ്തു. അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറേ തെങ്ങും തോപ്പുകളുടെ ഉള്ളിലും കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കയറാൻ പേടിയായിരുന്നു. പിന്നെ കയറ്റിയപ്പോൾ ചാച്ച അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുമ്പോൾ പേടിയായിരുന്നു. പിന്നെ ചാച്ചൻ്റെ കൂടെ കയറിയിട്ട് ആ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്ന മുകളിൽ ഇങ്ങനെ നടക്കാനുള്ളതാണ്. അപ്പോൾ അത് അവൾക്ക് വേണമെന്നുണ്ട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു പൂച്ചക്കുട്ടീനെ അവിടെ കണ്ടു വിട്ടു. അപ്പോൾ അവൾക്ക് അത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പൂച്ചേനെ നമുക്കതിനെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര വർത്തമാനമായിരുന്നു. നല്ല ഇഷ്ടമാണ് പൂച്ചക്കുട്ടികളെയും പൂച്ചകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് തിന്നാൻ കൊടുക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് മൂപ്പർക്ക്. അങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറ്റി തരാമെന്നൊക്കെ പറഞ്ഞാൽ ആ പോത്തിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അവൾക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പറഞ്ഞു കുറച്ച് നേരം കൊണ്ട് നമുക്ക് ഉരുതിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം കളിച്ചു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ഈ പേടിയുള്ള സിംഹത്തിൻ്റെ മുകളിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മെല്ലെയാണ് അത് റൈഡ് ചെയ്തത്. പിന്നെ പപ്പയും മമ്മിയൊക്കെ ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങി. അപ്പോൾ ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ സൂര്യാസ്തമയത്തിന് ടൈമായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം ആഴത്തിലോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കരയുടെ തൊട്ട് താഴെ തന്നെ നിന്നത്. കാരണം നല്ല തിരയുണ്ടായിരുന്നു, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള നനവൊക്കെ മാറാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളവിടെ സൂര്യാസ്തമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോന്നു കേട്ടോ. അതിന് 6:45 ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വന്ന വഴി കൂടെ എല്ലാട്ട പ്രാവശ്യം തിരിച്ചു വന്നത്. വന്ന വഴി കുറച്ച് മോശമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു 8 മണിയോട് കൂട്ടി തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ കാണാം.